മറൈൻ ഡ്രൈവിലാണ്. സൺഡേ ആണ്, പക്ഷേ അതിൻ്റെ ഒരു ഫീലിങ്ങും കിട്ടുന്നില്ല. കാരണം നല്ല തിരക്കാണ്, എല്ലാ ഷോപ്പുകളും തുറന്നിട്ടുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭായിമാരുടെ ഡേ ആണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ഭാഗത്തേക്ക് ഭായിമാരുടെ ഒഴുക്കായിരിക്കും മറൈൻ ഡ്രൈവിലേക്ക്. എല്ലായിടത്തും തെരുവോര കച്ചവടങ്ങളാണ്. ഡെയിലി ഉള്ളതുകൊണ്ട് സൺഡേ മാത്രം വരുന്നതുണ്ട്. ഒരു സൺഡേ മാർക്കറ്റ് തന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ബ്രോഡ്വേയിൽ. ഇവിടെ വരുന്നത്, ഇന്നത്തെ ദിവസം വരുന്നതിൽ 90% അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. ചെരുപ്പുകളൊക്കെ ഇവിടെയും ചെരുപ്പുകൾ 150 രൂപ, ഏതെടുത്താലും 150. തുണിക്കടകൾ കുട്ടികൾക്കുള്ളതാണല്ലോ. പെൻഡാമേനക എടുക്കാറായി. മഴയ്ക്കുള്ളൊരു ലക്ഷണം കാണുന്നുണ്ട്. മഴ പെയ്യാതിരുന്നാൽ കൊള്ളാമായിരുന്നു. സോക്സിന് 100 രൂപയാണ് ഒരു കെട്ട്. വലിയ 6 ആണെങ്കിൽ 4 അല്ല 3 ഉണ്ടാവും. 3 ഒരു കെട്ടിന് 100 രൂപ. ബ്രോഡ്വേയുടെ കവാടം, 2 സൈഡിലും ഷോപ്പുകളാണ്. പലതും റോഡിൻ്റെ പുറത്തേക്ക് ഈ കടകളൊന്നും ഇന്ന് തുറക്കില്ല. അതിൻ്റെ മുമ്പിലാണ് കച്ചവടം നടത്തുന്നത്. ലുങ്കികളൊക്കെ 100-150 രൂപ റേഞ്ചിൽ കിട്ടും. കത്തി, കടാര, പൂട്ട്. പിന്നെ പൊതുവെ സാധാരണ ഉള്ള സ്റ്റോറുകളൊക്കെ തുറന്നിട്ടുമുണ്ട്. പണ്ടൊന്നും ഞായറാഴ്ച അവധിയായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാ സ്റ്റോറുകളും തുറക്കാം ഞായറാഴ്ച. ഒരു ഉത്സവം പോലെയാണ് എല്ലാ ഞായറാഴ്ചയും. തുണികളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത്, തുണിത്തരങ്ങൾ. അവിടെ ഭയങ്കര കച്ചവടമാണ് തുണിയുടെ. ജീൻസ്, ഷർട്ട്. റോഡിൽ തിരക്കുണ്ടായി, എന്താ തിരക്ക്. എല്ലാം ബംഗാളീസാണ്, അന്യസംസ്ഥാന തൊഴിലാളികൾ. 500 രൂപയ്ക്ക്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. $300 കമ്പിളിക്കൊക്കെ 300 പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാർ കയറി പോകുന്നുണ്ട്. ഈ വഴിയൊക്കെ എങ്ങനെ പോകാനാ കാറ്? ഇവിടെയൊക്കെ എത്രയാണാവോ? കമ്പിളി 300, ഷർട്ട് 300. അവിടെ ചുരിദാർ മുസ്ലിംസ് ഇടുന്ന ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതും 300. തിരക്കിനൊരു മയവും ഇല്ല. ഇടയ്ക്ക് വണ്ടികൾ വരുന്നതാണ് ഏറ്റവും കഷ്ടം. അവിടുത്തെ ആ ഷൂ കടയിൽ കയറി നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഷൂസ് ഉണ്ടോ എങ്കിൽ മേടിക്കാം. ഈ കടയിൽ കയറാം. ഷൂസുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ VKCയുടെ ഡെയിലി യൂസിൻ്റെ ഒരു ഷൂസ് മേടിച്ചു. സംഭവം തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ബെൽറ്റുകൾ, തുണികളാണ്. എവിടെ നോക്കിയാലും തുണികൾ മാത്രമേ ഉള്ളൂ. ഫോണടിച്ച് ചെവി പൊട്ടിക്കൂല ചേട്ടൻ. തുണിത്തരങ്ങൾ, വീണ്ടും തുണിത്തരങ്ങൾ.
₹100 നിക്കറുകളല്ല 3/4 ₹150 കുട്ടി ഷർട്ടുകൾ. ₹150 അവിടെ 50 രൂപ. തുണികളാണോ 50 രൂപയ്ക്കൊക്കെ പറയുന്നത്? ചെരുപ്പുകൾ, തുണികൾ, ബെൽറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ് 99%. മസാല സ്റ്റോഴ്സ് ഉണ്ട്. ഈ കടകളൊക്കെ പണ്ട് ഞായറാഴ്ച ദിവസം അടച്ചിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ വന്ന് എല്ലാ കടയും എന്നും തുറക്കും, സൺഡേയും തുറക്കും. ടോപ്പ് 250. ദില്ലി എടുത്തോലെ കിടക്കില്ല. അങ്ങോട്ട് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ പല പ്രാവശ്യം പോയിട്ടുള്ളതല്ലേ. ബെസ്റ്റ് ഫ്രണ്ട് സ്കൂൾസ് എന്നുണ്ട്. ചുവന്ന മാതളം 1 കിലോ 120 രൂപ. ഷൂസൊക്കെ 400 എന്നാണ് പറയുന്നത്. കരകൗശല വസ്തുക്കൾ, കപ്പുകളൊക്കെ, മഗ്ഗുകൾ 50. വളരെ കടച്ചിട്ട് അതിൻ്റെ മുൻപിൽ കച്ചവടമുണ്ട്. ഓ, ഈ ഒരു കാറ് കയറി വന്നു. അപ്പോൾ ഈ ദേക്കോ എന്ന് പറഞ്ഞിട്ട് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ. ഒജീൻ റെസ്റ്റോറൻറ്റോ? അത് എന്താ ചോദിച്ചാണ്? ജ്യൂസ് കുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാണ്. പുറകിൽ തകൃതിയായിട്ട് കച്ചവടം, തുണി കച്ചവടം നടക്കുന്നുണ്ട്. 200-300 ആ ഒരു റേഞ്ചിലാണ് പാൻസും ഷർട്ടും ഒക്കെ വിൽക്കുന്നത്. ക്വാളിറ്റി എന്തോരം ഉണ്ടാവുമെന്ന് അറിയില്ല. ബംഗാളീസ്, അതായത് ഭായിമാരിടുന്നതൊക്കെയാണ്. കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും, ക്വാളിറ്റി ഇല്ലെന്നുള്ളൂ. അവർക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടണമല്ലേ. ദിവസം 1000 രൂപ വെച്ചെങ്ങാണ്ടാണ്. അങ്ങോട്ട് തിരക്കില്ല. ഇത് ഏത് സ്ട്രീറ്റാണ്? ജ്യൂസ് സ്ട്രീറ്റ്. അങ്ങ് പോയ പത്മയുടെ അവിടെ ചെന്ന് കയറും. ഇവർക്കൊന്നും അവിടെ സ്ഥലം കിട്ടിയില്ലായിരിക്കാം. ഇവിടെ ആണെങ്കിൽ തിരക്കുമില്ല. നേരെ റിട്ടയറായി. ഇവിടെയും ചെരുപ്പുകൾ അവിടെ കണ്ടാവില്ല. ഇവിടെ ബെഡ് ഉണ്ട്, ചെറിയ തിൻ ബെഡ്. നല്ല തിരക്കാണ്. ഇതിനകത്തെ കൂടെ നടന്ന് വേർത്ത് കുളിച്ചു. ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുണിത്തരങ്ങളാണ് ഏറ്റവും കൂടുതലും.
പിന്നെ ചെരുപ്പുണ്ട്, കമ്പിളി, ചെറിയ ബെഡുകൾ, അങ്ങനെ ചില ഷാള്, ചുരിദാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്രോഡ്വേയിൽ നിന്ന് പെൻറ്റാമനിലേക്ക് കയറാനുള്ള ഒരു എൻട്രിയാണ്. അപ്പുറത്ത് വേറൊരു എൻട്രി ഉണ്ട്, അപ്സര എന്ന് അങ്ങനെ എന്താ പേര്. ഒക്കെ സെക്കൻഡ്സ് ആണ് മിക്കതും, പിന്നെ ചില ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുണ്ട്. ആ തിരക്കിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ കയറാം മുറുക്കി മറ്റേ അവർ വായിലിട്ട് തുപ്പണിയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ ആയി തുടങ്ങി. ശവങ്ങൾ അവിടെ ഒരു കുപ്പി റോഡിൽ കിടന്നിട്ടുള്ള വണ്ടികൾ മുഴുവൻ കയറുന്നുണ്ട്. ഇട്ടാവട്ടത്ത് കുറേ കടകൾ അത്രേ ഉള്ളൂ. സൺഡേ ബസ്സാണ്. സൂര്യൻ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. ആളുകളൊക്കെ വന്ന് ഓരോന്നൊക്കെ മേടിച്ച് തിരിച്ചു പോയി തുടങ്ങി. അധികം വൈകാതെ ഈ കച്ചവടമൊക്കെ ക്ലോസ് ചെയ്യും. നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് വരെ ചിലപ്പോൾ ആൾക്കാർ ബസ് കയറി വരും, ഭായിമാർ. നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.